ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബുൾഫൈ മാഗിയാണ്. ഇറ്റ്സ് നോട്ട് ബുൾസൈ മാഗി, ഇറ്റ്സ് ബുൾഫൈ മാഗി. ഇത് കുറച്ച് സ്പൈസീസ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ സ്പൈസിനെസ് നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നനുസരിച്ച് മെഷർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് 2 തക്കാളിയാണ്. ഇത് 3 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി. ഞാൻ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നൂഡിൽസിൻ്റെ അതിൽ തന്നെ കിട്ടുന്ന മസാലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. റിഫൈനറിന് നമുക്ക് ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഇനി ഗ്യാസ് കത്തിക്കുക, പാത്രം വെക്കുക, ഇനി എണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക ആവശ്യത്തിനനുസരിച്ച്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ അകത്തിലോട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇടാം. ഇനി ഉപ്പിട്ടിട്ട് നമ്മൾ മിക്സ് നടത്തുക. ഇനി ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് നമുക്ക് മസാലകൾ ഇടാൻ തുടങ്ങാം. ആദ്യമേ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും. ഇത് മൂന്നും ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കിനും നമ്മൾ ടേസ്റ്റ് മേക്കർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് മിക്സ് ആക്കുക. ഇനി ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിമൊക്കെ നോക്കണം, കാരണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചിലപ്പം കരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു വീണ്ടും. ഇനി ഇതിൻ്റെ അതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക നമ്മളെടുത്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്ത് നിന്ന്. ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യുക വീണ്ടും. ഇതിൻ്റെ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച്. ഓക്കെ ഗൈസ്, ഇനി വീണ്ടും മിക്സ് നടത്തുക. ഇനി ഇതിൻ്റെ അതിലോട്ട് നമ്മുടെ നൂഡിൽസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ കുറച്ചെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല ഗൈസ്. ഓക്കെ, ഇനി ഇതിൻ്റെ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് മറന്നുപോയതല്ല ഗൈസ്, ഇത് ഇപ്പം തന്നെ ഇടാൻ പ്ലാൻ ഇട്ട് വെച്ചിരുന്ന ഞാൻ. Our noodles is actually ready. ഇനി നമുക്ക് ബുൾസൈക്കുള്ള പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യമേ പാത്രം, എണ്ണ, മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഓക്കെ ഗൈസ്, ഈ പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇടുക. എന്നിട്ട് അതിനെ അങ്ങനെ വെക്കുക. ബുൾസൈ വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ട് മറ്റേലോട്ട് തട്ടുക. യാ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം 2 എണ്ണം ഉണ്ടാക്കിക്കൊണ്ടതാണ് 2 പേർക്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെർവ് ചെയ്യാം. It's all ready guys, and it's all over, and it's time to taste. ഓക്കെ, ചൂടായിട്ടുള്ള സാധനമൊന്നും എടുത്താൽ അപ്പം തന്നെ വായി വെക്കരുത്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, oh my god, it was so amazing.